കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ശിവൻകുട്ടി പറഞ്ഞു, എനിക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഞാൻ തിരഞ്ഞെടുപ്പിനില്ല, ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ CPM പാർട്ടി ചോദിച്ചു, ആര് പറഞ്ഞു നിങ്ങളോട് അങ്ങനെ പറയാൻ, നിങ്ങൾ മത്സരിക്കും? അങ്ങനെ പാർട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കാനായിട്ട് തീരുമാനിച്ചാലാണ്. എന്തിനാണ് പാർട്ടി വീണ്ടും അങ്ങനെ അദ്ദേഹത്തോട് അവിടെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ആ സീറ്റ് നിലനിർത്താനായിട്ട് ശിവൻകുട്ടിയല്ലാതെ മറ്റൊരാൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ശിവൻകുട്ടി നേമത്ത് നിന്ന് മാറുന്നത്, അപ്പോൾ അവിടെ CPM തോക്കും എന്നാണ് പൊതുവെ സഹകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ശിവൻകുട്ടിക്ക് എത്രമാത്രം കൂടുതൽ ബന്ധമാണ് ആ നിയോജക മണ്ഡലങ്ങളെ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൊളിറ്റിക്കലായിട്ട് CPMന് കിട്ടുന്ന വോട്ടും അതോടൊപ്പം തന്നെ ശിവൻകുട്ടി അവിടെ കുറേ നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന MLA പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സ്വാംശീകരിച്ച വോട്ടുകളോട് ചേർത്ത് വെക്കുന്ന സമയത്താണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വലിയ BJP നേതാവിന് മുകളിൽ CPMന് ഒരു വിജയം നേടാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന അന്തരീക്ഷത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം. ഇനിയും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് മാറ്റങ്ങൾ വരാം. തിരഞ്ഞെടുപ്പ് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇതിനിടയിൽ ഒരു പ്രസ്താവന പോലും ചിലപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവത്തെ അട്ടിമറിച്ചേക്കാം. ഒരാളെ പരാജയപ്പെടുത്തുന്നത് ആ ഒറ്റ പ്രസ്താവന പോലും ആകാം. ഇപ്പോൾ ഇവരുടെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള അവരെ തന്നെ അട്ടിമറിക്കുന്ന പ്രസ്ഥാനമായിരുന്നു എന്നുണ്ടായിക്കഴിഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവം ചിലപ്പോൾ മറ്റൊന്നായി മാറുന്നതിനായുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. എന്നാൽ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വളരെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് നാം നേമത്തേക്ക് നോക്കുന്നത്.